Okay, good afternoon students. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സബ്സിഡിയറി ബുക്സ് ആണ്. നമ്മൾ കുറച്ച് മുന്നത്തെ യൂണിറ്റ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് സബ്സിഡിയറി ബുക്ക് എന്താണെന്നുള്ളത്. എന്താണ് സബ്സിഡിയറി ബുക്ക് എന്ന് പറഞ്ഞാൽ ദീസ് ബുക്സ് ആർ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി ആണ്. അതായത് ജേണലിലെ ട്രാൻസാക്ഷൻസിനെ ഹ്യൂജ് എമൗണ്ട് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അവരുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് സബ് ഡിവിഷൻസ് വാരിയസ് സബ് ഡിവിഷൻസ് ആയിട്ട് ആ ട്രാൻസാക്ഷൻസിനെ ഡിവൈഡ് ചെയ്ത് അവർ റെക്കോർഡ് ചെയ്യും. ആ റെക്കോർഡ് ചെയ്യുന്ന ബുക്സിനെയാണ് നമ്മൾ സബ്സിഡിയറി ബുക്സ് എന്ന് പറയുന്നത്. ഇത് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി ആണ്. ഈ സബ്സിഡിയറി ബുക്സിലെ ഐറ്റംസിനെ നമ്മൾ എന്തിലേക്കും ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പം സബ്സിഡിയറി ബുക്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ടാവുമല്ലോ. എന്തൊക്കെയായിരിക്കും? ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഡിവിഷൻ ഓഫ് വർക്ക് ആൻഡ് സ്പെഷ്യലൈസേഷൻ ബിക്കോസ് ഡിഫറെൻറ്റ് പേഴ്സൺസ് ഹാൻഡിൽ ഡിഫറെൻറ്റ് ജേർണൽസ്. അതിൻ്റെ ഫസ്റ്റ് അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് പേഴ്സൺസിന് ഡിഫറെൻറ്റ് ജേർണൽസിനെ എന്ത് ചെയ്യാൻ പറ്റും? അവരെ വർക്ക് സ്പെഷ്യലൈസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം സബ് ഡിവിഷൻസ് ആയിട്ടായിരിക്കുമല്ലോ ഡിവൈഡ് ചെയ്യുക സബ്സിഡിയറി ബുക്സിനെ. അപ്പോൾ ഡിഫറെൻറ്റ് പേഴ്സൺസിന് ഡിഫറെൻറ്റ് ജേർണൽസിനെ എന്താ പറയുക സ്പെഷ്യലൈസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഡ്യൂ ടു ഡിവിഷൻ ഓഫ് വർക്ക് ഇറ്റ് is possible to perform accounting process simultaneously, thus lesser time is required to complete accounting work. In the meantime efficiency is increased. അല്ലേ? സബ്സിഡിയറി ബുക്സിൻ്റെ വേറൊരു രണ്ടാമത്തെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ നമ്മളെ അക്കൗണ്ടിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായിരിക്കും കുറച്ച് ലെസ്സർ ടൈമേ ആവശ്യമായിട്ടുണ്ടാവും. കാരണം സബ് ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്കതിനെ പ്രോസസ്സ് ചെയ്യാനൊക്കെ കുറച്ചുകൂടി അക്കൗണ്ട്സിന് എളുപ്പമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ലെസ്സർ ടൈമേ ആവശ്യമായിട്ടുണ്ടാവൂ. അതേപോലെ തന്നെ അക്കൗണ്ടിങ് പ്രോസസ്സ് സൈമുൾട്ടേനിയസ്ലി പെർഫോം ചെയ്യാനായിട്ട് പറ്റും. അല്ലേ? നമുക്ക് ആ ബുക്സ് ചെറിയ ചെറിയ സബ് ഡിവിഷൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ സമയത്ത് സൈമുൾട്ടേനിയസ് ആയിട്ട് വേറെ അക്കൗണ്ടിങ് വർക്ക്സ് നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. കാരണം ഈസി ആയിട്ട് നമുക്കത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ അഡ്വാൻറ്റേജസ്. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ഇറ്റ് റെഡ്യൂസ് ദ പോസിബിലിറ്റി ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ ലൊക്കേഷൻ ഓഫ് എറേഴ്സ് ഇഫ് എനി. അതേപോലെ മൂന്നാമത്തെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എറേഴ്സും ഫ്രോഡ്സും ഒക്കെ എന്താ പറയുക റെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം സബ് ഡിവിഷൻസ് കുഞ്ഞു ജേർണൽസ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് ആയിട്ട് കീപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിലെ തെറ്റുകളും അതിലെ മിസ്റ്റേക്സും ഒക്കെ നമുക്ക് വേഗം മനസ്സിലാക്കാനായിട്ടും റെക്ടിഫൈ ചെയ്യാനായിട്ടും പറ്റും. അതേപോലെ എവിടെ നിന്നാണ് ആ മിസ്റ്റേക്ക് നടന്നതെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഈ സബ്സിഡിയറി ബുക്സ് കൊണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. നാലാമത്തത് എ ലോട്ട് ഓഫ് യൂസ്ഫുൾ ഡാറ്റ ലൈക്ക് ക്രെഡിറ്റ് സെയിൽ, ക്രെഡിറ്റ് പർച്ചേസ്, ക്യാഷ് പേയ്മെൻറ്റ്, ക്യാഷ് റെസിപ്റ്റ് എക്സെട്ര അവൈലബിൾ അറ്റ് വൺ പ്ലേസ്. അല്ലേ? സബ്സിഡിയറി ബുക്സ് നമ്മൾ കുഞ്ഞു ബുക്സ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ക്യാഷ് സെയിൽസ്, ക്രെഡിറ്റ് സെയിൽസ്, ക്രെഡിറ്റ് പർച്ചേസസ്, ക്യാഷ് പേയ്മെൻറ്റ്സ്, ക്യാഷ് റെസീപ്റ്റ്സ്, പേയ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ തന്നെ എന്താണ് ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് അവൈലബിൾ ആവാനായിട്ട് പറ്റും. ഇതൊക്കെ ക്രെഡിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്, ക്യാഷ് ആണെങ്കിൽ ക്യാഷ് ട്രാൻസാക്ഷൻസ്, അങ്ങനെ ഈച്ച് അക്കൗണ്ടായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരേ സ്ഥലത്ത് തന്നെ പെട്ടെന്ന് തന്നെ അതിനെയൊക്കെ എന്താ പറയുക ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെന്താ അടുത്ത പോയിന്റ്, ഈച്ച് എംപ്ലോയി ഈസ് എൻട്രസ്റ്റഡ് ടു മെയിൻറ്റെയിൻ എ പെർട്ടിക്കുലർ ബുക്ക്, ഹാൻസ് ഹി ക്യാൻ ബി ഹെൽഡ് റെസ്പോൺസിബിൾ ഫോർ ദ എറേഴ്സ് കമ്മിറ്റഡ് ഇൻ ദാറ്റ് ബുക്സ്. അതായത് ഓരോ എംപ്ലോയിയും അവരെ പെർട്ടിക്കുലർ ബുക്സ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് പറ്റും? അതിലെ ഓരോ എറേഴ്സും ആ ബുക്സിൽ എങ്ങനെ വന്നു എന്നുള്ളതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആ എംപ്ലോയിക്ക് കണ്ടുപിടിക്കാനായിട്ടും അവരായിരിക്കും അതിൻ്റെ ഇതിലായിട്ട് റെസ്പോൺസിബിൾ ആയിട്ട് ഇരിക്കുക. ഓക്കെ, റെക്കോർഡിംഗ് ഈസ് സിംപ്ലിഫൈഡ് ബിക്കോസ് ട്രാൻസാക്ഷൻസ് ആർ നോട്ട് ജേർണലൈസ്ഡ്. സബ്സിഡിയറി ബുക്സിൻ്റെ റെക്കോർഡിംഗ് ഓഫ് അക്കൗണ്ട്സ് എന്താണ് ഈസി ആയിരിക്കും. കാരണം അത് ജേർണലൈസ് ചെയ്തിട്ടായിരിക്കില്ല ചെയ്യുന്നത്. Posting is also simplified because only the totals are considered and not all the details. അല്ലേ? അതേപോലെ തന്നെ പോസ്റ്റിങ്ങും നമുക്ക് എളുപ്പമായിരിക്കും. അതിൻ്റെ ടോട്ടൽസ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൺസിഡർ ചെയ്യാത്തുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സബ്സിഡിയറി ബുക്സിൻ്റെ അഡ്വാൻറ്റേജസ്. എന്തൊക്കെയാണ്? ഇറ്റ് ഫെസിലിറ്റേറ്റ് ഡിവിഷൻ ഓഫ് വർക്ക് ആൻഡ് സ്പെഷ്യലൈസേഷൻ ബിക്കോസ് ഡിഫറെൻറ്റ് പേഴ്സൺസ് ഹാൻഡിൽ ഡിഫറെൻറ്റ് ജേർണൽസ്. രണ്ടാമത്തത് എന്താണ്?
thus less time is required to complete accounting work. 3, it reduces the possibility of errors and frauds. 4, credit sale, credit purchase, credit cash payment, cash etc. are available at one place. Then 5, each employee is entrusted to maintain a particular books. 6, recording is simplified. അതേപോലെ തന്നെ പോസ്റ്റിംഗ് ഈസ് 7ാമത്തെ പോയിന്റ്, പോസ്റ്റിംഗ് ഈസ് ഓൾസോ സിംപ്ലിഫൈഡ്. അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. പിന്നെ സബ്സിഡിയറി ബുക്സിൻ്റെ ടൈപ്സ് ഉണ്ട്. ടൈപ്സ് ഓഫ് സബ്സിഡിയറി ബുക്സ് ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ ക്യാഷ് ബുക്ക്, ദെൻ പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്സ്, പർച്ചേസ് റിട്ടേൺ ബുക്സ്, ബിൽസ് റിസീവബിൾ ബുക്സ്, ബിൽസ് പേയ്മെൻറ്റ് ബുക്സ്, ജേർണൽ പ്രോപ്പർ. ഇത്രയും മെയിൻ സബ്സിഡറി ബുക്സ് ആണ് ഒരു ബിസിനസ് സ്ഥാപനം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ദെൻ ടൈപ്സ് ഓഫ് ക്യാഷ് ബുക്സ്. നമുക്ക് അതിൽ ഫസ്റ്റ് സിമ്പിൾ കോളം ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിൽ നമ്മൾ പഠിക്കുന്നത്. നമുക്ക് 2 പഠിക്കാനുള്ളൂ. സിമ്പിൾ കോളം ക്യാഷ് ബുക്ക്, ഡബിൾ കോളം, ട്രിപ്പിൾ കോളം, പെറ്റി ക്യാഷ് ബുക്ക് അങ്ങനെയുണ്ട്. ഓക്കെ, അപ്പം ടൈപ്സ് ഓഫ് ക്യാഷ് ബുക്സ്. ഫസ്റ്റ് വൺ നമുക്ക് നോക്കുന്നത് സിമ്പിൾ കോളം ക്യാഷ് ബുക്ക്. ഫസ്റ്റ് വൺ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ക്യാഷ് ബുക്ക്? ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ക്യാഷ് ബുക്ക് ഈസ് എ സബ്സിഡിയറി ബുക്ക് അല്ലേ? നമ്മളിപ്പോൾ പറഞ്ഞു കുറേ സബ്സിഡിയറി ബുക്സിൻ്റെ പേര് മിസ് പറഞ്ഞില്ലേ? ക്യാഷ് ബുക്ക്, പർച്ചേസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്, അങ്ങനത്തെ കുറേ പറഞ്ഞില്ലേ? അതിൽ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ എ സബ്സിഡിയറി, ഇതൊരു സബ്സിഡിയറി ബുക്കാണ്. as well as principal book. It is a subsidiary book because transactions are directly recorded in these books. ഇതൊരു സബ്സിഡിയറി ബുക്കാണ്. അതേപോലെ തന്നെ ഇതിൽ ക്യാഷ് ബുക്സിലാണ് ട്രാൻസാക്ഷൻസ് ഡയറക്റ്റ്ലി റെക്കോർഡ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമ്പിൾ കോളം ക്യാഷ് ബുക്ക്. സിമ്പിൾ കോളം ക്യാഷ് ബുക്കിൽ ഫസ്റ്റ് പറയാൻ പോകുന്നതാണ് സിമ്പിൾ കോളം ക്യാഷ് ബുക്ക്. സിമ്പിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു ലെഡ്ജർ ഫോർമാറ്റ് തന്നെയാണ് വരുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ അതേ ഫോർമാറ്റ് തന്നെയാണ് വരിക. ഡേറ്റ് കോളം വരും, പർട്ടിക്കുലർ കോളം വരും, ജേർണൽ ഫോളിയോ, എമൗണ്ട്, വീണ്ടും ഡേറ്റ് കോളം, പർട്ടിക്കുലർ കോളം, ജേർണൽ ഫോളിയോ, എമൗണ്ട്. ഇതാണ് സിമ്പിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ്. ഓക്കെ, ഡേറ്റ്, പർട്ടിക്കുലർ, ജേർണൽ ഫോളിയോ, എമൗണ്ട്, ഡേറ്റ്, പർട്ടിക്കുലർ, ജേർണൽ ഫോളിയോ, എമൗണ്ട്. ഇതാണ് സിമ്പിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ്. അതിലിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ തിയറി പറയാച്ചാൽ സിമ്പിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ഓൺലി വൺ കോളം, അതായത് ക്യാഷ് കോളം ഫോർ എമൗണ്ട് ഓൺ ഈച്ച് സൈഡ്. വൺ ഡെബിറ്റ് സൈഡ് ഓൾ റെസിപ്റ്റ്സ് ആർ റെക്കോർഡഡ്. ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓൾ പേയ്മെൻറ്റ്സ് ആർ റെക്കോർഡഡ്. ഈ ഡെബിറ്റ് സൈഡിലായിരിക്കും എല്ലാ റെസീപ്റ്റ്സും റെക്കോർഡ് ചെയ്യുന്നത്, ക്രെഡിറ്റ് സൈഡിലായിരിക്കും എല്ലാ പേയ്മെൻറ്റും റെക്കോർഡ് ചെയ്യുന്നത്. ഇതിലൊരു 1 കോളംസേ ഉണ്ടാവുള്ളൂ. ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഉണ്ടാകും. അതിൽ ഡെബിറ്റ് സൈഡ് എല്ലാ റെസീപ്റ്റ്സും നമ്മൾ റെസിപ്റ്റ് റെക്കോർഡ് ചെയ്യുന്നു, ക്രെഡിറ്റ് സൈഡ് എല്ലാ പേയ്മെൻറ്റ്സും റെക്കോർഡ് ചെയ്യുന്നു. അതാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഫോർമാറ്റാണ് ഇപ്പം മിസ് ഇവിടെ വരച്ചത്. അതിലൊരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ ഒരു പ്രോബ്ലം പറയുകയാണെങ്കിൽ റെസീവ്ഡ് ക്യാഷ് ഫോർ നിർമ്മൽ. നിർമ്മലിൻ്റെ കയ്യിൽ നിന്ന് റെസീവ്ഡ് ക്യാഷ് ഫോർ നിർമ്മലിൻ്റെ കയ്യിൽ നിന്ന് ഒരു 4000 രൂപ നമ്മൾ റിസീവ് ചെയ്തു. മാർച്ച് 1, 2009 മാർച്ച് 1. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ എൻട്രി എങ്ങനെയാണ്? അത് ക്യാഷിനല്ലേ. അപ്പം റിസീവ്ഡ് ക്യാഷ് ഫോർ നിർമ്മൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെയാണ് വരിക? ക്യാഷ് നമുക്ക് വരികയല്ലേ ചെയ്തത്, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു നിർമ്മൽ, ഇങ്ങനെയല്ലേ അതിൻ്റെ ജേണൽ എൻട്രി വരിക. റിസീവ്ഡ് ക്യാഷ് ഫോർ നിർമ്മൽ, നിർമ്മലിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ക്യാഷ് വാങ്ങി, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു നിർമ്മൽ. അപ്പം
സിമ്പിൾ കോളം ക്യാഷ് ബുക്ക്, ഇത് നമ്മൾ ക്യാഷ് ബുക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ക്യാഷ് ബുക്കിൽ അപ്പം നിർമ്മൽ എന്ന് പറഞ്ഞിട്ട് എന്താ വരുന്നത്? ടു നിർമ്മൽ അല്ലേ? അപ്പം ടു നിർമ്മൽ എന്ന് പറഞ്ഞ മാർച്ച് 1 2009 മാർച്ച് 1 ടു നിർമ്മൽ എത്രയാ? 4000 രൂപ. അങ്ങനെ എഴുതും. നമ്മൾ നേരത്തെ ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തില്ലേ ലെഡ്ജർ അക്കൗണ്ടിൽ, അതേപോലെ തന്നെയാണ് ക്യാഷ് ബുക്കും ഉണ്ടാവുക. ജസ്റ്റ് മനസ്സിലാവാൻ പറഞ്ഞത്. ഇപ്പോൾ പേയ്മെൻ്റ് ആണെന്ന് വെച്ചാൽ പെയ്ഡ് ടു ക്യാഷ് ഫോർ എന്തിന്? റെൻറ്റിന് കൊടുത്തു എന്ന് എഴുതാം. അപ്പോൾ റെൻ്റ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് എന്നാണ് വരിക. ഒരു മാർച്ച് 8 കൊടുക്കുകയാണെന്ന് വെച്ചാൽ റെൻ്റ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്. അപ്പം ക്യാഷ് ബുക്കിൽ എങ്ങനെയാണ് വരിക? ബൈ മാർച്ച് ഡേറ്റ് എന്താ വരിക? മാർച്ച് 8 ബൈ റെൻറ്റ് എത്ര രൂപ? ഒരു 400 രൂപ കൊടുത്തു എന്ന് കരുതാം. അപ്പം എത്ര എമൗണ്ട് വരിക? 400. പിന്നെ ഇങ്ങനെയാണ് നമ്മൾ എന്തുണ്ടാവുക? നമ്മളെ ക്യാഷ് ബുക്ക് ഉണ്ടാവുക. ഓക്കെ, സിമ്പിൾ കോളം ക്യാഷ് ബുക്ക് ആയാലും അങ്ങനെ തന്നെയാണ്. പിന്നെ എന്താ ചെയ്യണം? നമ്മൾ അതിലെ ബാക്കി എല്ലാ ട്രാൻസാക്ഷൻസും അതേപോലെ തന്നെ നമ്മൾ എൻട്രീസൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്തിട്ട് ഏത് സൈഡാണോ കൂടുതൽ ആ സൈഡാണ് നമ്മൾ ടോട്ടൽ ചെയ്യുക. ഇവിടെ ഇപ്പോൾ 4000 ആണെക്കൊണ്ട് 4000 വെച്ചിട്ട് നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. ഇത് 400 ആട്ടോ. അപ്പം ബാക്കി ഡിഫറൻസ് ഉണ്ടാവില്ലേ? 3200 രൂപ. അപ്പോൾ അത് എവിടെയാണ് കുറവുള്ളത്? അപ്പോൾ ഇവിടെ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ എഴുതുന്നു, ടോട്ടൽ ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നമ്മൾ ഫസ്റ്റ് സിമ്പിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ്. രണ്ടാമത്തത് എന്താണ്? ഡബിൾ കോളം ക്യാഷ് ബുക്കാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ സബ്സിഡിയറി ബുക്സ് പഠിച്ചു. സബ്സിഡിയറി ബുക്സിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കി. 5 പോയിൻറ്റ്സ് അഡ്വാൻറ്റേജസ് ഉണ്ട്. അത് അതേപോലെ പോയിൻറ്റ്സ് ഒക്കെ പഠിക്കുക. പോയിൻറ്റ്സ് വൈസ് പോയിൻറ്റ്സ് പഠിച്ചിട്ട് നിങ്ങളത് എന്ത് ചെയ്യുക? കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്ത് നിങ്ങളെ ഭാഷയിൽ എഴുതാം. നിങ്ങൾക്ക് എന്താണ് അക്കൗണ്ട്സ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പോയിൻറ്റ്സ് നോക്കിയിട്ട് അത് ഇലാബറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. പിന്നെ നമ്മൾ പഠിക്കുന്നത് ക്യാഷ് ബുക്സ് ആണ്. അതിൽ 2 ക്യാഷ് ബുക്സിൽ സിമ്പിൾ കോളം ക്യാഷ് ബുക്കും ഡബിൾ കോളം. ഇപ്പോൾ സിമ്പിൾ കോളം ക്യാഷ് ബുക്കാണ് ഇപ്പം നമ്മൾ പഠിച്ചത്. ഇനി ഡബിൾ കോളം ക്യാഷ് ബുക്സ് നോക്കാം. ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ദ ഡിസ്കൗണ്ട് കോളം ഓഫ് ക്യാഷ് ബുക്ക് ആർ ഓൺലി മെമ്മോറാണ്ടം കോളംസ്. They are not part of double entry system. Hence, the process for posting these items are slightly different. Discount received total is credited to discount received account in the ledger. Similarly, discount allowed is debited to discount allowed account in the ledger. The individual item of discount allowed are posted to credit side of respective personal account each. അതായത് ഒന്നുമില്ല, സിമ്പിൾ കോളം ക്യാഷ് ബുക്ക് നമ്മൾ നോർമൽ ലെഡ്ജർ അക്കൗണ്ടിൽ എങ്ങനെയാണോ ക്യാഷ് ബുക്ക് വരയ്ക്കുക അതുപോലെ. ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആകുമ്പം ക്യാഷിലാണല്ലോ നമ്മൾ എന്തുണ്ടാവുക? ഡിസ്കൗണ്ട്സ് ഉണ്ടാവുക. ഡിസ്കൗണ്ട് അലൗ ചെയ്യുക, ഡിസ്കൗണ്ട് റിസീവ് ചെയ്യുക. ഈ 2 ഐറ്റം ഉണ്ടാവുക എപ്പോഴാണ്? ക്യാഷ് ബുക്സിലായിരിക്കുമല്ലോ. ക്യാഷിനല്ലേ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ ആ ഡിസ്കൗണ്ട് കോളം കൂടി നമുക്ക് എക്സ്ട്രാ ഉണ്ടാവും. ഓക്കെ, അപ്പം അതിനെയാണ് നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഡിസ്കൗണ്ടിൻ്റെ കാര്യങ്ങളും കൂടി നമ്മൾ മെൻഷൻ ചെയ്യും. സിമ്പിൾ കോളം ക്യാഷ് ബുക്കിൽ അതുണ്ടാവില്ല. നമ്മൾ നേരിട്ട് ഒറ്റ എൻട്രി ഉണ്ടാവുള്ളൂ, ക്യാഷിന് സെയിൽ ചെയ്യുകയോ പർച്ചേസ് ചെയ്യുകയോ ചെയ്യുന്ന കാര്യങ്ങൾ. ഡബിൾ കോളത്തിൽ വരുമ്പോൾ അതിൽ ഡിസ്കൗണ്ടും കൂടി അലൗഡ് ആയിരിക്കും. ബട്ട് ഡിസ്കൗണ്ട് റിസീവ് ചെയ്തതോ ഡിസ്കൗണ്ട് പേയ്മെൻറ്റ് അലൗ ചെയ്തതോ ആയ കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്ന അക്കൗണ്ടാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്.